നന്നായിട്ട് ഇളക്കി റെഡിയാക്കി ഇട്ടാൽ മാത്രം മതി. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് കക്ക ഫ്രൈ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കക്ക നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കിട്ടുന്ന കക്കയൊക്കെ കുറച്ച് പഴകിയതാണ്, അത്ര ഫ്രഷ് കക്കയൊന്നും ഇവിടെ കിട്ടില്ല. പക്ഷെ നമുക്ക് കിട്ടിയ കക്ക നമ്മൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കക്ക ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കക്ക ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മളിത് പുഴുങ്ങിയെടുക്കുകയാണ്, അതിന് ശേഷമാണ് നമ്മളിത് ഫ്രൈ ചെയ്യുന്നത്. കുറച്ച് മുളക് പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി നമുക്ക് ഇടണം, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ്. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇനി കുറച്ച് നേരം നമുക്കിത് വേവിച്ചെടുക്കാം. കക്ക ഇപ്പം ഇങ്ങനെ വെന്ത് വരുന്നുണ്ട്. കുറച്ചുകൂടി ഇങ്ങനെ വെള്ളം വറ്റാനുണ്ട്. കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം. കക്ക റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കറിവേപ്പില എടുത്തിട്ടുണ്ട്, കുറച്ച് ചെറിയ ഉള്ളി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഇത് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം അതിന് ചട്ടിയിലേക്ക് ചൂടായ ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വറ്റൽമുളകും കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത് കുറച്ച് വരണ്ട് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഉള്ളിയൊക്കെ ചേർക്കാം. കുറച്ച് കറിവേപ്പില, പിന്നെ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം, പിന്നെ പച്ചമുളക്. ഇനി കുറച്ച് കുരുമുളക് പൊടി ഇടുവാണ്. പിന്നെ കുറച്ച് ഗരം മസാല കൂടി ഇടാനുണ്ട്. ഗരം മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. മതി. ഇത് കക്ക നന്നായിട്ട് പുഴുങ്ങി വെച്ചതാണ്. ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. കുറച്ച് എണ്ണയിൽ കുറച്ച് നേരം ഇങ്ങനെ നന്നായിട്ട് ഇളക്കി റെഡിയാക്കി എടുക്കാം. കുറച്ച് എണ്ണയോട് ചേർത്ത് കൊടുക്കുകയാണ്, ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, നന്നായിട്ട് ഇളക്കി റെഡിയാക്കി ഇട്ടാൽ മാത്രം മതി. ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. എത്ര ഫ്രൈ ആണ് അതുവരെ ആകുമ്പോഴത്തേക്കും സ്റ്റോപ്പ് ചെയ്യാം.
ഓൾമോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും കുറേ മൊരിയണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മൊരിക്കാം. നമ്മളിവിടെ വെച്ച് നിർത്തുകയാണ്. ഒത്തിരി മൊരിയുണ്ട് നമുക്ക്. ഇപ്പം നമ്മുടെ കക്ക ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.